കേരളത്തിൽ ഇങ്ങോളം മാനവ സൗഹാർദ്ദ വേദികളിലും ക്ഷേത്രോത്സവങ്ങളിലും നിറസാന്നിധ്യമാണ് ബഹുമാന്യനായ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരി. ബഹുദൈവാരാധനയെ എതിർക്കുന്നതോടൊപ്പം തന്നെ തീവ്രവാദത്തെയും വർഗീയവാദത്തെയും ബാലുശ്ശേരി നിശിതമായി വിമർശിച്ചു. ഈ അച്ചുതണ്ടുകൾ ഉള്ളിൽ നിന്ന് ഫോം ചെയ്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഈ സ്ഫോടനങ്ങൾക്കൊന്നും മതവുമായിട്ട് ബന്ധമല്ല. മതത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ദുരുപയോഗം ചെയ്തപ്പോ ഉണ്ടായ കുഴപ്പമാണിത് എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. ജാതിമത ഭേദമന്യേ ബാലുശ്ശേരിയുടെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടുന്ന ജനക്കൂട്ടം തീവ്രവാദികൾക്കും വർഗീയവാദികൾക്കും മതരാഷ്ട്രവാദികൾക്കും ഉണ്ടാക്കിയ അലോസരം ചെറുതല്ല. ബാലുശ്ശേരിയെ കുപ്രചരണങ്ങളിലൂടെ തളർത്താൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ 2 ദിവസമായി ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്രചരിക്കുന്ന ചില മുറിക്ലിപ്പുകൾ. ക്ഷേത്രങ്ങൾ വേശ്യാലയങ്ങളെക്കാൾ മോശപ്പെട്ടതാണ് എന്ന് ബാലുശ്ശേരി പറഞ്ഞു എന്നാണ് മുഖ്യമായ ആരോപണം. കേട്ടപാതി കേൾക്കാത്തപാതി സംഘീ വർഗീയവാദികൾ ഫേസ്ബുക്കിൽ ഉറിഞ്ഞു തുള്ളാൻ തുടങ്ങി. തങ്ങളുടെ മതേതരത്വം തെളിയിക്കുവാനുള്ള അവസരമായി ചില ബ്ലോഗ് ബുജികളും ഈ അവസരത്തെ കാര്യമായി ഉപയോഗപ്പെടുത്തി. കമന്റുകൾ നിറഞ്ഞു, തെറിവിളികൾ അതിർത്തികൾ ലംഘിച്ചു. എന്നാൽ എന്താണ് സംഭവം? ആ ബിസിനസ്സിൽ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചു കൊണ്ടുവരും. അപ്പൊ കച്ചവടമല്ലേ, ബിസിനസ്സുകാരല്ലേ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോണ്ടേ. ക്ഷേത്രോത്സവത്തിന് 50 രൂപ എടുത്തു കൊടുക്കും. നീ ശിർക്കിലാണ്, നീ മനസ്സിലാക്കിക്കോ. നീ ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗുരുതരമായ പാപത്തിനാണ് നീ കൂട്ടുനിൽക്കുന്നത്. ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണമെന്ന് പറഞ്ഞ് നോട്ടീസ് ആയിട്ട് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കുവോ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് കൊടുക്കുവോ? ഇല്ല ഇല്ല ഇല്ല. വളരെ ഗൗരവമായി പറയണം അല്ലേ. ഞങ്ങൾ കള്ളിഷാപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു, കള്ളിഷാപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ 50 രൂപ തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുവോ? ഇതാണ് തെറ്റിദ്ധരിപ്പിക്കലിന് ആധാരമായ ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിലെ ചെറിയ ഒരു ഭാഗം. എന്നാൽ ഇവിടെ ക്ഷേത്രങ്ങളെ വേശ്യാലയങ്ങളോടോ കള്ളുഷാപ്പുകളോടോ ഉപമിക്കുകയാണോ ബാലുശ്ശേരി ചെയ്തത്? ഒരിക്കലുമല്ല എന്ന് പ്രസ്തുത പ്രഭാഷണമോ ബാലുശ്ശേരിയുടെ മറ്റു പ്രഭാഷണങ്ങളോ മുഴുവനായി കേട്ട എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ബഹുദൈവാരാധനയെ എതിർക്കുന്ന, ഏകദൈവാരാധനയിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് ബഹുദൈവാരാധനയുടെ കേന്ദ്രമായ ക്ഷേത്രങ്ങൾക്കോ ചർച്ചുകൾക്കോ ജാറങ്ങൾക്കോ ഫണ്ട് നൽകുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒരു തിന്മയെ എതിർക്കുന്ന ആൾ അതിനുവേണ്ടിയുള്ള കേന്ദ്രത്തിന് പണം കൊടുക്കില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് കള്ളുഷാപ്പിന് നിങ്ങൾ പണം കൊടുക്കില്ലല്ലോ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ബാലുശ്ശേരി പള്ളിയിൽ നടത്തുന്ന പ്രഭാഷണത്തിൽ ഒരു ആദർശവും പുറത്തു നടത്തുന്ന മാനവ സൗഹാർദ്ദ വേദികളിൽ മറ്റൊരു ആദർശവും പറയുന്നു എന്ന വാദവും ഈ ക്ലിപ്പിനോടനുബന്ധിച്ച് ചിലർ ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ ഇതേ മാറ്റർ ഒരു മാനവ സൗഹാർദ്ദ വേദിയിൽ ബാലുശ്ശേരി എല്ലാവർക്കും മുമ്പിലായി അവതരിപ്പിക്കുന്ന പൂർണ്ണഭാഗം കേട്ടാൽ ഈ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണ നീങ്ങും. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലട്ടോ ലോകത്ത്. ഒരിക്കലും നമ്മൾ ആ പദം ഉപയോഗിക്കരുത്. മതസൗഹാർദ്ദമല്ല, മാനവിക സൗഹാർദ്ദം. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കി? മതലയനത്തെയാണ് നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അതായത് ഒരു ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു മുസ്ലിം അവിടെ പോയി ചെണ്ട മുട്ടിയാൽ ഭയങ്കര സൗഹാർദ്ദം. അതല്ല സൗഹാർദ്ദം, അത് മതലയനമാണ്. മാനവിക സൗഹാർദ്ദം അതായത് നിങ്ങൾക്കറിയാം, ശബരിമലയിലേക്ക് പോകുമ്പോ അയ്യപ്പ ഭക്തന്മാർ മുസ്ലിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. മുസ്ലിങ്ങളതല്ല, ഇപ്പൊ വീട്ടുന്ന എന്താ, അവർ നോമ്പ് നോൽക്കാറുണ്ട്, മണ്ഡലം നോമ്പ്. ആ നോമ്പ് നോൽക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുത്താൽ ഞങ്ങൾക്ക് പാടില്ല. ഒരു വർഗീയവാദിയായിട്ടാ അല്ല, അവന്റെ വിശ്വാസം. നമ്മുടെ ഒരു മുസ്ലിം ക്ലിയറായി നിങ്ങൾക്കറിയാം, ക്ഷേത്രം ബിംബാരാധനയിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാം അതിനെതിരാണ്, നിങ്ങൾക്കറിയാലോ. ക്രിസ്ത്യാനികൾ ബിംബാരാധനയിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാമിനെതിരാ. ക്രിസ്തീയ പള്ളി ഉണ്ടാക്കാൻ മുസ്ലിമിനോട് ഫണ്ട് ചോദിച്ചാൽ കൊടുക്കേണ്ടയില്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഒരു ബിംബ പൂജക്ക് മുസ്ലിങ്ങൾ ഫണ്ട് കൊടുക്കേണ്ടയില്ല. എന്താ കാരണം? അത് വർഗീയതയല്ല. നേരെ മറിച്ചൊരു ഹിന്ദു വരികയാണ്, എന്റെ കുട്ടിക്ക് ക്യാൻസറാ, കൊടുക്കണം, എത്ര കൊടുക്കാൻ പറ്റുമോ അത്ര കൊടുക്കണം. ഒരു ഹൈന്ദവ സഹോദരൻ വന്നിട്ട് പറയും, എന്റെ വീടിന്റെ മേൽക്കൂരതാ വീണു പോകാറായി, ബഷീർ എന്നെ ഒന്ന് ഉണ്ടാക്കി തരണം, ഉണ്ടാക്കി കൊടുക്കണം. എന്റെ മോളുടെ വിദ്യാഭ്യാസത്തിന് നീ ചെലവ് തരണം, കൊടുക്കണം. പക്ഷെ മതലയനവും മതസൗഹാർദ്ദവും ഒക്കെ വേറെ വേറെയാണ്. അത് നമ്മൾ ശരിക്കും പഠിക്കണം.
അതായത് ഒരു ഹിന്ദു ഒരു മുസ്ലിമിന്റെ പള്ളിയിൽ വന്നിട്ട് അവിടെ ഒരു ബാങ്കാട് കൊടുത്തു, എന്നിട്ട് പിറ്റേത്തെ പത്രത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ഉന്നത പ്രതീകമായി. അത് മതലയനമാണ്, മതസൗഹാർദ്ദമല്ല, മാനവിക സൗഹാർദ്ദം. അതായത് എനിക്ക് എന്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹൈന്ദവനെ സ്നേഹിക്കാൻ കഴിയും. എന്റെ അയൽവാസിയായ ബാബുവേട്ടൻ, നിങ്ങൾ ചോദിച്ചോ അവിടെ ചെന്ന്, എന്റെ നാട്ടിൽ ഓരോ മുസ്ലിം സഹോദരനോട് ചോദിച്ചോ എന്താ മുജാഹിദ് ബാലുശ്ശേരി, ഒരു പറഞ്ഞു എന്തേ എന്റെ മതം എന്റെ വീട്ടിൽ എന്റെ അടുത്ത് വന്നാൽ ഒരു ക്ഷേത്ര ഉത്സവത്തിനാ വരുന്നെങ്കിൽ ഞാൻ കൊടുക്കൂല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഏകദൈവാരാധന പറയുന്നതിന് എന്താ വില? ഇനി നിങ്ങൾ എന്നെ എന്തിച്ചോ, ഞാൻ വേശ്യാലയം പാടില്ല, വേശ്യാവൃത്തി പാടില്ല അറിയാം. ഒരുത്തൻ വേശ്യാലയം ഉണ്ടാക്കാൻ പണ്ടും ചോദിച്ചു വരിക, ഞാൻ കൊടുത്ത എന്റെ അവസ്ഥ എന്താ? ഞാൻ അന്തസ്സുള്ളവനാണോ? കള്ളു കുടിക്കരുതെന്നും കള്ളിന്റെ ഭയാനകതയെ പറ്റി പറയാം, എന്നിട്ട് എന്റെ കെട്ടിടം കള്ളുഷാപ്പിന് കൊടുക്കുക, എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ചൊക്കെ, എന്റെ വിശ്വാസം ഇതാണെന്ന് പറയും, ഈ വിശ്വാസം എന്റെതല്ല അറിയാം. എന്നിട്ട് ഞാൻ എതിർത്ത വിശ്വാസത്തിന് ഞാൻ ഫണ്ട് കൊടുത്താൽ ഞാൻ മാന്യനാണോ? ഇതൊന്നും ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്ന ചിന്തയല്ല, ലളിതം. ഭാസ്കരേട്ടനും പറയാ, ഒരു മുസ്ലിം അവിടെ വരുമ്പോ എന്റെ വിശ്വാസത്തിനെതിരാണ്, ഞാൻ തരില്ല, അങ്ങനെ പറയണം. മാത്രമല്ല ഭാസ്കരേട്ടനെ പോയി ഒരു മുസ്ലിമും ബുദ്ധിമുട്ടിക്കരുത്, ഒരു മുസ്ലിമിനെ പോയി ഭാസ്കരേട്ടനും ബുദ്ധിമുട്ടിക്കരുത്. എന്ത് രസമുള്ള ഒരു തത്വമാണ് ലോകത്തെ മനുഷ്യൻ പഠിപ്പിക്കുന്നത്. ലക്കും ദീനുക്കും വലിയ ദീൻ, 9ാമത്തെ തെളിവ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. എത്ര രസമുണ്ട്! സ്വന്തം വിശ്വാസം ആർജവത്തോടെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ മറ്റു മതസ്ഥരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും പഠിപ്പിക്കുന്ന ഈ പ്രഭാഷകനെയാണോ നിങ്ങൾ വർഗീയവാദിയായി മുദ്രകുത്തിയത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിന് പണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? ഒരു യഥാർത്ഥ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെയല്ല, ആ വിഗ്രഹങ്ങളെ നിർമ്മിക്കാൻ ആവശ്യമായ മൺതരിയുടെ സൃഷ്ടാവിനെയാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് ഒരു മുസ്ലിമിന്റെ ആദർശം. ചർച്ചിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന യേശുവിന്റെ പ്രതിമയെയല്ല, യേശുവിന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടതെന്ന മഹത്തായ ആദർശം. ജാറത്തിൽ കിടത്തിവെച്ചിരിക്കുന്ന ഔലിയയെ അല്ല, ആ ഔലിയയെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന മഹത്തായ ആദർശം. അതെ, ഈ സൂര്യനെയും ചന്ദ്രനെയും ഈ മഹാപ്രപഞ്ചത്തെയും മുഴുവൻ സൃഷ്ടിച്ച ഏകനായ ആ സൃഷ്ടാവ്, ആ അറബിയിൽ അല്ലാഹു എന്ന് വിളിക്കുന്ന ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന വളരെ ലളിതമായ ഈ ആദർശം, അത് പറഞ്ഞതിന്റെ പേരിലാണോ വർഗീയവാദി എന്ന് മുദ്രകുത്തിയത്? പ്രിയമുള്ളവരെ, ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രൈസ്തവനായാലും നാം ഇന്ത്യക്കാർ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് നീങ്ങേണ്ടവരാണ്. ഒരു ശക്തിക്കും നമ്മെ ഭിന്നിപ്പിച്ചു ഭരിക്കാൻ നാം അവസരം കൊടുക്കരുത്. തക്കം പാർത്തിരിക്കുന്ന വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും പ്രചാരകരാകരുത് നാം. ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിനു മുമ്പ് ഒന്നാലോചിക്കുക, അതിൻ്റെ യഥാർത്ഥ വസ്തുതയെന്തെന്ന് അന്വേഷിക്കുക. നാം സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്, ഒരുമിച്ച് നീങ്ങേണ്ടവരാണ്. ബാലുശ്ശേരിയുടെ വാക്കുകളിൽ തന്നെ അക്കാര്യം കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വ്യക്തമായൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഇനി ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ പരസ്പരം കെട്ടിപ്പിടിച്ചും തെറ്റിദ്ധാരണകളിലോ ആലിംഗനം ചെയ്തും, ബാലാ നീ എന്റെ സഹോദരനായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ബഷീറേ നീ എന്റെ അച്ഛന്റെയും അമ്മയുടെയും മകനായിരുന്നു, നമ്മൾ ഇത്രയും കാലം തെറ്റി നടന്നതായിരുന്നു. നമ്മൾ ഒന്നാണ്, നമ്മുടെ ഈശ്വരൻ ഒന്നാണ്, നമ്മുടെ അള്ളാഹു ഒന്നാണ്, അവൻ മാത്രമാണ് ആരാധ്യൻ. നമ്മുടെ സഹോദരങ്ങളാൽ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിക്കാം. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പാകെ വിട്ടേച്ചുകൊണ്ട് എന്റെ മനസ്സിൽ പറയാനുള്ള ആശയം വെട്ടിത്തുറന്ന് പറയാൻ എനിക്ക് സാഹചര്യം ഒരുക്കിയ, എന്നെ സൃഷ്ടിച്ച, നമ്മെ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ തമ്പുരാനോട് അഗൈതവമായി നന്ദി പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നിനക്കാണ് സർവസ്തുതിയും. ഈ മനുഷ്യരോട് ഒന്നടങ്കം ഇനിയൊരു വർഗീയ കലാപം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്, ഇനിയൊരു സംഘട്ടനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്. ഈ സമ്മേളനം മതസൗഹാർദ്ദ, ഈ മത സമൂഹത്തിന്റെ സമ്മേളനം, വിവിധ മതങ്ങളുടെ സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. ഇനി ഞങ്ങൾ കല്ലും മുള്ളും മുരടും മുറുക്കൻ പാമ്പും കാതിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ചാരങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും മനുഷ്യ ദൈവങ്ങളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. സകല പ്രപഞ്ചത്തിന്റെ നാഥനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. അവൻ 714 കോടി മനുഷ്യരുടെയും ദൈവമാണ്. സിംഹത്തിന്റെ, ആനയുടെ, പശുവിന്റെ, എലിയുടെ എല്ലാത്തിന്റെയും ദൈവമാണ്. അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ഇനി ഞങ്ങൾ അമ്മയെ നിന്ദിക്കുകയില്ല, ഇനി ഞങ്ങൾ അച്ഛനെ കൊല്ലുകയില്ല, ഇനി ഞങ്ങൾ രാഷ്ട്രീയ കലാപത്തിൽ ഏർപ്പെടുകയില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ മദ്യപിക്കില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ പുകവലിക്കില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ പലിശയിൽ ഏർപ്പെടില്ല, ഇനി ഒരിക്കലും മാനവിക വിരുദ്ധമായ
ഒരു പ്രവൃത്തിക്കും നിങ്ങൾ ചൊല്ലുകയില്ല. എന്റെ കൈ ഒരു മുസ്ലിമിന്റെ മേത്ത് വീഴുകയില്ല. എന്റെ കൈ ഒരു മുസ്ലിമിനെ തല്ലാനുള്ളതല്ല, അത് തലോടാനുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ നന്മകൾ മുഴുവനും ഉൾക്കൊണ്ട്, ജനാധിപത്യ ഭരണകൂടം അനുവദിക്കുന്ന പ്രബോധന പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ജീവിക്കും എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. ആ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിങ്ങളോടൊന്ന്